IPL ഇന്ന് കലാശപ്പോരാണ്. നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൽ രാത്രി 7:30-ക്കാണ് കിരീട പോരാട്ടം. ഹരി വിവരങ്ങൾ നൽകും. ഹരി, എന്താണ് പ്രതീക്ഷിക്കുന്നത് ഫൈനൽ പോരാട്ടത്തിൽ? ഇത് പറഞ്ഞ പോലെ തന്നെയാണ്. ക്വാളിഫയർ 1 കളിച്ച രണ്ട് ടീം തമ്മിലാണ് തന്നെയാണ് ഫൈനൽ കളിക്കുന്നത്. അഹമ്മദാബാദിൽ നടക്കുന്നതുകൊണ്ട് ഗുജറാത്തിന് ഒരു ചെറിയ ഫേവർ ഉണ്ടാവും. പക്ഷെ എന്നാൽ പോലും ഒരു ഹോം ഗ്രൗണ്ടിന് അനുകൂലമായ രീതിയിൽ പിച്ച് മാറുക എന്നുള്ളതൊന്നുമില്ല. റെഡ് സോയിൽ ആണോ ബ്ലാക്ക് സോയിൽ ആണോ മിക്സ്ചർ ആണോ എന്നുള്ള രീതിയിൽ ഇനിയും ഒരു കൺഫർമേഷൻ കിട്ടാനുണ്ട്. പ്രത്യേകിച്ച് RCB തന്നെയാണ് ഫേവറേറ്റ്സ് ആയിട്ട് നിൽക്കുന്നത്. ഡിഫെൻഡിങ് ചാമ്പ്യൻസ് ആണ്, കഴിഞ്ഞ വർഷത്തെ ജേതാക്കൾ. അവർക്ക് എനിക്ക് ഒരു സാധ്യത ഉണ്ടാവുമെന്ന് കണക്കാക്കുക. പക്ഷെ GT ഒരു തിരിച്ചുവരവ് ഈ സീസണിൽ അത് തന്നെ വലിയൊരു മാറ്റമാണ്. ആ ഒരു മാറ്റം തന്നെയാണ് കാണുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ പ്രത്യേകിച്ച് രാജസ്ഥാൻ റോയൽസിനെ തകർത്തടിച്ചുകൊണ്ടാണ് ഗുജറാത്ത് ടൈറ്റൻസ് ജയിച്ച് ഫൈനലിലേക്ക് വരുന്നത്. പ്രത്യേകിച്ച് ആ ഒരു ഓപ്പണിംഗ് സ്റ്റാൻഡ് സായി സുദർശൻ ശുഭ്മൻ ഗിൽ എന്ന ഓപ്പണിംഗ് സ്റ്റാൻഡ് 167 വരെ പോസ്റ്റ് ചെയ്തിട്ട് ഒരു ഹിറ്റ് വിക്കറ്റിലാണ് സായി സുദർശൻ പുറത്തായി ആ പാർട്ട്ണർഷിപ്പിന് ബ്രേക്ക് ആവുന്നത്. പക്ഷെ അത് തന്നെയാണ് ഗുജറാത്തിന്റെ ഒരു പ്രതീക്ഷ. അതോടൊപ്പം തന്നെ അവരുടെ ഒരു ബൗളിംഗ് യൂണിറ്റും ഉണ്ട്. കഗീസ് റബാഡ, പ്രസിദ് കൃഷ്ണ, റാഷിദ് ഖാൻ ഉൾപ്പെടെയുള്ള ഒരു ബൗളിംഗ് നിര. RCBക്കും അതുപോലെ തന്നെ ജോഷ് ഹേസൽവുഡും ഭുവനേശ്വർ കുമാറും അടങ്ങുന്ന ഒരു ബൗളിംഗ് നിരയും കൂടിയുണ്ട്. പക്ഷെ ഇത് സമാസമം വരുമ്പോൾ പോലും കുറച്ച് ഫേവറേറ്റ്സ് ആയിട്ട് ബാംഗ്ലൂർ നിൽക്കുന്നുണ്ട് എന്ന് പറയാൻ കാരണം ഈ ഒരു ഡിഫെൻഡിംഗ് ചാമ്പ്യൻസ് ആയതുകൊണ്ടും ഈ സീസണിൽ ഒരു റണ്ണും പ്രത്യേകിച്ച് ക്വാളിഫയർ 1 ഗുജറാത്ത് ടൈറ്റൻസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഡയറക്ട് ഫൈനലിലേക്ക് വരുന്നതിനുള്ള കോൺഫിഡൻസ് കൂടി RCBക്ക് ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. എന്തായാലും രാത്രി 7:30 നടക്കുന്ന മത്സരം സാധാരണ ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വിളിക്കുന്നത് കിങ് വേഴ്സസ് ദ പ്രിൻസ് കോൺടെസ്റ്റ് എന്നുള്ളതാണ്. കിങ് കോഹ്ലിയും പ്രിൻസ് ഗില്ലും തമ്മിലുള്ള ഒരു കോൺടെസ്റ്റ് ആയിട്ടാണ് സോഷ്യൽ മീഡിയയിൽ ഇത് കറങ്ങുന്നത്. എന്നാൽ പോലും ഒരു വലിയ പ്രതീക്ഷ, പ്രത്യേകിച്ച് ഈ IPL രണ്ട് പ്രധാനപ്പെട്ട ടേബിൾ ടോപ്പേഴ്സ് നിൽക്കുന്ന രണ്ട് ടീമും തമ്മിൽ ഫൈനൽ കളിക്കുമ്പോഴേക്കും അതിൻ്റെതായ ഒരു ആവേശം ഉണ്ടാകുമെന്ന് തന്നെയാണ്. എന്തായാലും അഹമ്മദാബാദിലാണ് മത്സരം നടക്കുന്നത്. ഈ പിച്ചിന്റെ കാര്യത്തിൽ മാത്രം ഈ റെഡും ബ്ലാക്കും മിക്സ്ചർ ആണോ അതോ ഏതിലായിരിക്കും എന്നുള്ളത് സംബന്ധിച്ച ഒരു ധാരണ ഇപ്പോഴും കിട്ടാനുണ്ട്. പ്രത്യേകിച്ച് റെഡ് സോയിൽ ആണെങ്കിൽ അത് ബാറ്റേഴ്സിന് അനുകൂലമായിട്ട് മാറാം. ബ്ലാക്കിനാണെങ്കിൽ സ്പിന്നേഴ്സിന്, പ്രത്യേകിച്ച് റാഷിദ് ഖാനൊക്കെ കഴിഞ്ഞ മത്സരത്തിൽ 2 ഓവറിൽ 45 റൺസൊക്കെ വഴങ്ങിയത് നമ്മൾ കണ്ടതാണ് രാജസ്ഥാൻ റോയൽസിനെതിരെ. അങ്ങനൊരു എക്സ്പീരിയൻസ്ഡ് ക്യാമ്പയിനിൽ നിന്നും അങ്ങനെ ഒരു റൺസ് ലീക്ക് ചെയ്യുന്നത് ഗുജറാത്തിന് ഒരു വലിയ ക്ഷീണം ഉണ്ടാവും. പക്ഷെ എന്നാൽ പോലും ഒരു തിരിച്ചുവരവൊക്കെ ഉണ്ടാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഫൈനലാണ്, കാര്യങ്ങൾ മാറും അറിയാം. ക്വാളിഫയർ 1 സംഭവിച്ചു പോകുന്ന പോലെ ആയിരിക്കില്ല. എന്തായാലും അത് തന്നെയാണ് സാഹചര്യം. അഹമ്മദാബാദിൽ നടക്കുന്ന മത്സരത്തിൽ ഡിഫെൻഡിംഗ് ചാമ്പ്യൻസ് തന്നെ വീണ്ടും രണ്ടുപേരും ഓരോ തവണ IPL കിരീടം ജയിച്ച ടീമുകൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരം കൂടി ആകുമ്പോഴേക്കും ഒരു പ്രധാനപ്പെട്ട തീരുമാനം ഉണ്ടാകും. റൈറ്റ്, IPL ഫൈനൽ പോരാട്ടമാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.